ഒരു 44 അംഗ സംഘം അവര് കഅബ ശരീഫ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച കല്ലുകളിൽ ബാക്കി വന്ന കല്ലുകളിൽ കുറച്ച് കഷ്ണം ചെറുത്ത് പൊടിക്കല്ലുകൾ അതെടുത്തിട്ട് മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ഒരു പൊതിയാക്കിയിട്ട് അവിടെ വെച്ചു. പായക്കപ്പലിൽ 44 ആളുകൾ യാത്ര തുടർന്നു. അവർ യാത്ര ചെയ്ത് കപ്പൽ വരുന്ന മധ്യേ നാട്ടിലേക്കുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങളാകുന്ന ചേരമാൻ പെരുമാൾക്ക് രോഗമായ താജുദ്ദീൻ തങ്ങൾ കത്തെഴുതി. ഇവർക്ക് മാലിക് റളിയല്ലാഹു അൻഹു കത്ത് കൊടുത്തു. ഞാൻ ഇതിൽ മരണപ്പെട്ടാൽ നിങ്ങൾ യാത്ര നിർത്തരുത്, നിങ്ങൾ എന്റെ രാജ്യത്തേക്ക് പോകാം. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ കത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം, ഈ കത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം, ഈ കത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം, ഈ കത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം. കത്തുകൾ എഴുതി കൊടുത്തു. കപ്പൽ താൽക്കാലികമായി ഈ കപ്പൽ ശക്കർ മുക്കല്ലയിൽ കരക്കണം. ശക്കർ മുക്കല്ല എന്ന് ചരിത്രത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒമാനിലെ സലാലയാണ്. ഇനി ഞാൻ പറയുന്ന ചരിത്രം കണ്ടവർ ഇവിടെ കുറെ കൂടുതലുണ്ടാവും. ഇന്ന് ഗൾഫ് രാജ്യം, നമ്മളെ രാജ്യവും ഗൾഫുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നതാണ്. ഈ ഇരിക്കുന്ന ഹാജി സാഹിബ് ദുബായിൽ ബിസിനസ്സുള്ള ആളാണ്. ഒരു പക്ഷേ GCCയുടെ എല്ലാ രാഷ്ട്രങ്ങളും പോയിട്ടുണ്ടാവും. എന്റെ മുമ്പിലിരിക്കുന്ന പലരും അക്കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ധാരാളം ഉണ്ടാവും. ശക്കർ മുക്കല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സലാല കടപ്പുറം കേരളവുമായി അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സലാല കടപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ റേഡിയോ ഓൺ ചെയ്താൽ ആലപ്പുഴ സ്റ്റേഷൻ കിട്ടും. ഞാനിത് പരിശോധിച്ചിട്ട് പറയുന്നതാണ്. അവിടെ കപ്പൽ താൽക്കാലികമായി നങ്കൂരമുണ്ട്. അവിടെ ഇറങ്ങിയപ്പോൾ ശക്തമായ തണുപ്പ് അല്ലെങ്കിൽ ശക്തിയായ ചൂട്. അതാണ് അറേബ്യൻ മണരാരണ്യത്തിന്റെ കാലാവസ്ഥ. ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങൾക്ക് ഈ കാലാവസ്ഥ സഹിക്കാൻ കഴിയുന്നില്ല. രോഗം കഠിനമായി. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എന്നെ നീ എന്റെ രാജ്യത്തേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ല, ഇവിടെയാണ് എനിക്ക് നീ താമസം തരുന്നതെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ എന്റെ രാജ്യം പോലെ ആക്കിത്തരണേ അല്ലാഹ് എന്ന് താജുദ്ദീൻ തങ്ങൾ ദുആ ചെയ്തു. ആ ദുആഇന്റെ ഫലമാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മണൽ ഭൂമിക്കുന്നുകൾക്കിടയിൽ അറബ് രാജ്യത്ത് ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ഒരു കൊച്ചു സ്ഥലം, സലാലയിലെ കുറഞ്ഞ സ്ഥലം കേരളം പോലെ കിടക്കുന്നു. തെങ്ങ്, കഴുങ്ങ്, വായ, കൈപ്പങ്ങ, നെല്ല്, പുണ്ണാക്ക്, തേങ്ങ എല്ലാം. എന്തേ? താജുദ്ദീൻ ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ എന്റെ രാജ്യത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് അനുകൂലമാക്കി തരണേ. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. സ്വഹാബിയാണ് കൈ ഉയർത്തുന്നത്. അല്ലാഹു അത് കൊടുത്തു. ഇന്നും സലാല മാത്രം കുറഞ്ഞ സ്ഥലം കേരളം വരും. അല്ലെ അജിസാബ്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോ സലാലിൽ നിന്ന് ഇളനീര് വേറെ രാജ്യത്തേക്ക് പോകാൻ തുടങ്ങി. ദുബൈയിലേക്കൊക്കെ ലോറി പോകാൻ ഇളനീര് കയറ്റിട്ട് എവിടുന്ന്? സലാലയിൽ. ഓ പ്രിയപ്പെട്ടവരെ, ആ സലാലയിൽ ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങളുടെ മക്ബറ, ആ മക്ബറയെ തൊട്ടപ്പുറത്ത് ഹദ്ദാദ് കുടുംബത്തിൽപ്പെട്ട ശൈഖ് മെഹ്ദാദ് തങ്ങളുടെ മക്ബറ, സുബ്ഹാനല്ലാഹ്, സാഹിബുൽ മിർബാത്തിന്റെ മക്ബറ. ഹദ്ദാദിൽ നമ്മൾ ഫാത്തിഹ ഓതാറില്ലേ? അവരിൽ പ്രമുഖരായ പലരുടെയും മക്ബറ അതിന്റെ പരിസരങ്ങളിലല്ല. കുറച്ചങ്ങോട്ടുകാര ഇമ്രാൻ നബി അലൈഹി സ്വലാമിന്റെ മക്ബറ, കുറച്ചങ്ങോട്ടുകാര ജബൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്ബറ. യാ റബ്ബ് യാ റബ്ബ്. ഒമാനിലെ സുൽത്താൻ കാബൂസിന്റെ ഗവൺമെന്റ് ആ മക്ബറകളൊക്കെ കെട്ടിപ്പൊക്കി വലുതാക്കി അവിടേക്കൊക്കെ നല്ല ഹൈവേ പോലത്തെ റോഡ് വെച്ച് നല്ല അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വിശാലമായ സൗകര്യം ചെയ്ത് അതോടൊപ്പം സിയാറത്തിന് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി. സുബ്ഹാന ജബൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്ബറയോട് ചേർന്നുകൊണ്ട് ധാരാളം കെട്ടിടങ്ങൾ, ക്വാർട്ടേഴ്സുകൾ അടക്കം. എന്തേ? സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്ബറയിൽ വന്ന് താമസിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ആദം നബി അലൈഹി സ്വലാം സന്താന ഭാഗ്യത്തിന് വേണ്ടി ചെയ്ത ദുആ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആയുമായി അവിടെ കഴിയുന്നു ആര്? ഈജിപ്തുകാർ, ഇറാഖുകാർ, മൊറോക്കോക്കാർ. സുബ്ഹാനല്ലാഹ്, എല്ലാ രാജ്യക്കാരും, എല്ലാ സ്ഥലത്തും മക്ബറ. ആ മക്ബറകളിലെല്ലാം ഒമാൻ ഗവൺമെന്റിന്റെ ശരീഅത്ത് കോർട്ടിലെ ജഡ്ജിയാണ് ഏറ്റവും വലിയ പണ്ഡിതൻ അവിടെ, ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മൗലിദ് പാരായണത്തിന് വിനീതനായി എനിക്ക് ഒരു വർഷം റബീഉൽ അവ്വലിൽ അവിടെ ഭാഗ്യം ലഭിച്ചു.
സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ആ മൗലിദിന് പോയി നോക്കുമ്പോഴല്ലേ അപ്പോഴല്ലേ മൗലൂദ് കണ്ടത്. ഞമ്മളെ മൗലൂദ് എന്തൊരു മൗലൂദ്. ഓരോ മൗലിദിനെ അപേക്ഷിച്ച് അതിന്റെ സക്കാത്ത് കൊടുക്കാൻ എങ്ങനെയാണ് അങ്ങനത്തെ മൗലിദ് അവരോട്. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ അറബികൾ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ അവരൊക്കെ ചേർന്നിട്ട് മൗലിദിന് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗലിദിന്റെ സഭ അങ്ങ് ആരംഭിച്ചപ്പോൾ ആ മൗലിദിന്റെ ഉദ്ഘാടന വേദിയിൽ ശരീഅത്ത് കോടതി ജഡ്ജി അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ആദ്യത്തെ മൗലിദിന്റെ വരി അങ്ങോട്ട് ചൊല്ലുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. എന്താണ് അദ്ദേഹം ചൊല്ലുന്നത്? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി യാ റസൂലല്ലാഹ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി യാ ഹബീബല്ലാഹ്. അതങ്ങ് ചൊല്ലിയപ്പോൾ അറബികൾ ഒന്നായിട്ട് സഭ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അതിന്റെ ശരിയായ പകർപ്പ് നിങ്ങൾക്ക് സിഡിയിൽ കാണണം. ആവശ്യപ്പെടും, അപ്പൊ നോക്കാം. അങ്ങനെയൊന്നുമില്ല. ഇല്ല എന്ന് പറയുന്നവര് ഇവിടെ വെച്ച് കേട്ടെ. അപ്പൊ ഉണ്ട് എന്ന് പറയുന്നവരെ നമുക്ക് അപ്പൊ കാണിച്ചു കൊടുക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പഴയ കാലത്തൊക്കെ അത് അറിഞ്ഞിരുന്നു. മൗലൂദ് എന്ന് പറഞ്ഞാൽ അവിടെ കോഴിക്കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ മലപ്പുറത്ത് ഓതിയാലോ അവിടെ തന്നെ ഉള്ളൂ. നിങ്ങൾ പാണ്ടിക്കാട്ട് ഓതിയാലോ അത് അവിടെ തന്നെ ഉള്ളൂ. തൃശ്ശൂർ ഓതിയാലോ അത് ഇവിടുന്ന് ആരെങ്കിലുമാണ് പോയി ഓതിയതേക്കാണ്. ആ കാലഘട്ടം കഴിഞ്ഞിരിക്കണ മക്കളെ, അത് കഴിഞ്ഞിരിക്കണേ. ഇപ്പൊ ലോകത്ത് മുഴുവൻ നടക്കുന്ന മക്ബറകളും മൗലൂദുകളും ബാക്കിയുള്ളതും ലോകത്തുള്ള ചരിത്രങ്ങൾ ഒപ്പിയെടുത്തിട്ട് ലോകത്ത്